നാട്ടിലെത്തിയ ദിവസം മുഴുവനും ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ അടുത്ത ദിവസം മുതൽ തുടങ്ങാമെന്നായി. ഇന്ന് ഡിസംബർ 1. 7 മണിയായിട്ടും പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വരുന്ന 8-ാം തീയതിയാണ് ബറോഡയിലേക്ക് ഞങ്ങൾക്ക് ട്രെയിൻ കയറാനുള്ളത്. അതിനു മുന്നേ നാട്ടിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഡിസംബർ 11 ഗുജറാത്തിലെ ബറോഡയിൽ വെച്ച് തന്നെയാണ് കല്യാണം. രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി ഐശ്വര്യമായി തുടങ്ങാമെന്നായി. അമ്മയും ഉണ്ട് കൂടെ. എൻ്റെ 2 വീലറിൽ ആണ് പോകുന്നത്. മുരുക്കുംപുഴയിലുള്ള മുല്ലശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ആദ്യം പോകുന്നത്. അതിൻ്റെ അടുത്താണ് അപ്പൻ്റെ വീട്. മുല്ലശ്ശേരിയിൽ തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ പോയത് ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിലാണ്. നാട്ടിലുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. ഈ കാണുന്ന സ്റ്റേജിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു 10-15 വർഷം മുന്നേ എൻ്റെ ചിലങ്ക പൂജയും രംഗപ്രവേശവും എല്ലാം ഇവിടെയായിരുന്നു. അന്നത്തെ ആ ഓർമ്മകളൊക്കെ പെട്ടെന്ന് മനസ്സിൽ വന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അനിയത്തി ഇവിടെ ഒരു ജോലിയിലാണ്. കല്യാണത്തിന് പൊന്നുവിൻ്റെ ഡ്രസ്സിൻ്റെ മിനുക്ക് പണികളിലാണ്. അവൾ നന്നായി ഡിസൈൻ ചെയ്യും. 1 മാസം കൊണ്ട് തുടങ്ങിയ വർക്കാണ്. അമ്മയും തയ്ക്കും. അതുകൊണ്ട് തയ്യൽ അമ്മ തന്നെയാണ്. മരുമകൾക്ക് തയ്ച്ചു കൊടുക്കാൻ അമ്മയ്ക്കൊരാഗ്രഹം. വൈകുന്നേരം റിസപ്ഷൻ്റെ ഹാൾ നോക്കാൻ ഞാനും അരച്ചമ്മാവനും കൂടെ പോയി. ഇവന്റ് മാനേജ്മെൻറ്റിൻ്റെ ടീമും വന്നിരുന്നു. ഹാള് 2 മാസം മുന്നേ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. സ്റ്റേജിൻ്റെ ഡിസൈനും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിച്ച് ഒന്നുകൂടി ഉറപ്പുവരുത്തി. മാമൻ ഓൾറെഡി എല്ലാം അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. 8-ാം തീയതി യാത്ര തിരിക്കുന്നതിന് മുന്നേ എല്ലാം റെഡിയാക്കി വെക്കണമല്ലോ. ഈ ദിവസത്തെ ചെക്ക് ലിസ്റ്റിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ വീട്ടിലേക്ക് തന്നെ. അടുത്ത ദിവസം രാവിലത്തെ ആദ്യ ജോലി ആറ്റിങ്ങൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി മാരേജ് രജിസ്ട്രേഷനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഡിസംബർ 17 ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൻ്റെ പ്രൊസീജിയറൊക്കെ ഒന്നുകൂടി ചോദിച്ചറിഞ്ഞു. അകത്ത് നോട്ടീസ് ബോർഡിൽ ഞങ്ങളുടെ ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ ആകെ ഒരു കൗതുകം. ഉടനെ ഫോട്ടോ എടുത്ത് പൊന്നൂന് അയച്ചു. ജീവിതത്തിലെ ആദ്യ എക്സ്പീരിയൻസ് അല്ലേ. സിനിമയിലെ രജിസ്റ്റർ മാരേജ് ഒക്കെ കണ്ടിട്ടുള്ളൂ. ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇന്ന് കല്യാണത്തിൻ്റെ ഡ്രസ്സും ഗോൾഡും ഒക്കെ പർച്ചേസ് ചെയ്യണം. ആറ്റിങ്ങൽ കല്യാണിൽ നിന്നാണ് താലിമാലയും മറ്റ് ഓർണമെന്റ്സും പർച്ചേസ് ചെയ്തത്. ഇന്ന് ഓർഡർ ചെയ്തൊരു സാധനം വന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രിവാൻഡ്രത്ത് ഓൺ ദ സോയിൽ എന്ന വെഡ്ഡിംഗ് ബൊക്കേറ്റ്സിൽ നിന്ന് ഓർഡർ ചെയ്ത ബൊക്കെയാണ്. ഒരാഴ്ച മുന്നേ തന്നെ ഓർഡർ ചെയ്തതാണ്. എന്തായാലും കൃത്യസമയത്ത് സാധനം എത്തി. 2 ദിവസത്തെ യാത്ര ഉള്ളതുകൊണ്ട് ഫുൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വേണമെന്ന് ആദ്യമേ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഞങ്ങളുടെ ആവശ്യത്തിനൊത്ത പോലെ ഒരു ബൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അമ്മുവിൻ്റെ കലാപരിപാടികൾ ഇതിനിടയിൽ കാര്യമായി നടക്കുന്നുണ്ട്. നല്ല എഫോർട്ട് ഇട്ട് തന്നെ പുള്ളിക്കാരി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാനും അമ്മുവും പോയി എനിക്കുള്ള കുറച്ച് പാർട്ടി വെയേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ് അപ്പനെ പിക്കപ്പ് ചെയ്യാൻ. ഖത്തറിൽ നിന്ന് വരികയാണ്. 12 ദിവസത്തെ ലീവിനാണ് അപ്പം വരുന്നത്. കഴിഞ്ഞ ജൂണിൽ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ പോയതാണ്. എന്തായാലും നാളെ അപ്പനെയും കൂട്ടി ഒരു പർച്ചേസ് കൂടി കഴിഞ്ഞാൽ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുവിധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ കഴിയും. അങ്ങനെ ഇന്ന് ഡിസംബർ 8. ഇന്ന് 11 മണിയോടുകൂടിയാണ് ഞങ്ങൾക്ക് ട്രെയിൻ. ട്രിവാൻഡ്രത്ത് കൊച്ചുവേളിയിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കല്യാണത്തിന് ആവശ്യമായ ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ്. അമ്മാമ്മയെ നോക്കാൻ വാണി വല്യമ്മയും ഫാമിലിയും വീട്ടിൽ തന്നെയുണ്ട്. ഒരാഴ്ച കഴിഞ്ഞല്ലേ ഞങ്ങൾ തിരിച്ചെത്തൂ. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് മംഗലാപുരത്ത് നിന്ന് വല്യപ്പനെയും അപ്പച്ചിയെയും ഫാമിലിയെയും പിക്കപ്പ് ചെയ്തു.
കൃത്യസമയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം നമ്പറും ട്രെയിനും കണ്ടുപിടിച്ച് ഞങ്ങൾ കയറിയിരുന്നു. ഒരു ലോങ് ജേർണിക്കുള്ള എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലുമാണ് എല്ലാ പേരും. അങ്ങനെ 11 മണിക്ക് ഞങ്ങൾ യാത്രയെ ആരംഭിച്ചു. ഇനി ഒരു 36 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം 9-ാം തീയതി ഈവനിങ് 9 മണിക്ക് ഞങ്ങൾ ബറോഡ എത്തത്തുള്ളൂ. ഇത്രയും ബന്ധുക്കളോടൊപ്പമുള്ള എൻ്റെ ആദ്യ യാത്രയാവും ഇത്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കുമുള്ള ഉച്ചഭക്ഷണം വീട്ടിൽ നിന്നേ കരുതിയിരുന്നു ഞങ്ങൾ. ഉച്ചഭക്ഷണവും കഴിച്ച് വർത്തമാനവും പറഞ്ഞ് പുറത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. കൊല്ലത്ത് നിന്ന് പൊന്നുവിൻ്റെ വീട്ടിലെ ബന്ധുക്കളും ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് 9-ാം തീയതി കേരളവും കർണാടകയും ഗോവയും പിന്നിട്ടു. കൊങ്കൺ റെയിൽവേ വഴിയാണല്ലോ യാത്ര. തുരങ്കത്തിലൂടെയുള്ള യാത്ര. 50-50 തുരങ്കങ്ങൾക്ക് അകത്തൂടെ യാത്ര ചെയ്യണം, അതും കിലോമീറ്ററുകളോളം. അത്രയും സമയം ഫോണിൽ നെറ്റ്വർക്ക് കിട്ടാത്തതാണ് വലിയ കഷ്ടം. പൻവേലും മുംബൈയും പിന്നിട്ട് ട്രെയിൻ അങ്ങനെ പോവുകയാണ്. ഇതിനിടയിൽ പൊന്നുവിനെ വിളിക്കുന്നുണ്ട് ഞാൻ. അവിടെ മെഹന്തി ആഘോഷത്തിലാണ് എല്ലാവരും. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും വഴിയെ കിട്ടുന്നുണ്ട് കേട്ടോ. സൂര്യൻ അങ്ങനെ അസ്തമിച്ചുറങ്ങാറായി. ഇന്ന് രാത്രി 9:30 മണിയോടെ ഞങ്ങൾ ബറോഡയിലെത്തും. ട്രെയിൻ സൂറത്തും പിന്നിട്ടിരിക്കുന്നു. ഇനി ഒരു 2 മണിക്കൂറിനുള്ളിൽ ബറോഡ എത്തും. റെയിൽവേ സ്റ്റേഷനിൽ പിക്കപ്പ് ചെയ്യാൻ പൊന്നുവിൻ്റെ പപ്പയും ചേട്ടനും ഉണ്ട്. ബറോഡയിലേക്കുള്ള 1 മണിക്കൂർ യാത്ര പിന്നെയും തുടർന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ബറോഡയിലെ കാഴ്ചകളും വിശേഷങ്ങളും ആഘോഷങ്ങളും ഞങ്ങളുടെ കല്യാണവും എല്ലാം നിങ്ങൾക്ക് കാണാം. കാത്തിരിക്കുക. ഞങ്ങൾ ഉടനെ എത്തും. ഒരുപാട് ഇഷ്ടത്തോടെ.